ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെന്തിനാ സാർ? വീട്ടിലൊരു കേക്ക് മുറിക്കല് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവായിരുന്നല്ലോ. പറഞ്ഞു തീർക്കട്ടെ മോളെ. വിളിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? നാളെ വൈകുന്നേരം ആണെങ്കിൽ അയാൾക്കത് സൗകര്യമാണെന്ന്. അയാളുടെ ഭാര്യയുടെ ബർത്ത്ഡേ ആണത്രേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? മോളെ, പൊതുവെ ഞാൻ ഈ വളരെ പാവപ്പെട്ടവരുടെ വീട്ടിലൊന്നും ഫംഗ്ഷന് പോവാറില്ല. എന്താന്ന് വെച്ചാ ഞാനൊരു മുതലാളിയാണല്ലോ. പിന്നെ മോളിങ്ങനെ ചുറ്റി വിളച്ച് സംസാരിച്ചപ്പോ ഞാൻ അങ്ങ് നിന്നു തന്നേ ഉള്ളൂ. എന്തായാലും എനിക്കൊന്ന് ആലോചിക്കണം. അപ്പൊ സാറേ പറഞ്ഞതൊക്കെയോ? ആലോചിക്കട്ടെ. അപ്പൊ കാണാം. മോളെ, അതെ സാർ, സാറ് തീരുമാനമൊന്നും പറഞ്ഞില്ല. നമുക്കൊരാളെ നന്നായിട്ട് അറിയാമെങ്കിൽ, അയാളുടെ മനസ്സ് വായിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ലെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എന്നെ കുറിച്ച് കൃഷ്ണമോള് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമുക്കൊരാളെ അറിയാമെങ്കിൽ, അയാളുടെ മനസ്സ് വായിക്കാമെങ്കിൽ, അയാൾ എന്ത് ചെയ്യും ചെയ്യാതിരിക്കില്ല. സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. സാറിന്റെ മനസ്സ് എന്താ വായിക്കാനുള്ളത്? തുറന്ന മനസ്സല്ലേ? അപ്പൊ വരും, ഉറപ്പായിട്ടും വരും. ബർത്ത്ഡേ വന്നപ്പോ ധൈര്യം കൂടെ വന്നോ? ഞാൻ കരുതി പിണക്കും പരിവൊക്കെ ആയിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ മമ്മിയുടെ കൂടെ കുറെ ദിവസം നിൽക്കുന്ന. പിണക്കുണ്ടായാലും പരിഭവം ഉണ്ടായാലും അങ്ങനെ ഒരുപാട് കാലം പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. എന്റെ മനസ്സ് അങ്ങനെയൊക്കെ ആക്കി മാറ്റിയില്ലേ. അല്ല, എനിക്ക് എന്താ ബർത്ത്ഡേ ഗിഫ്റ്റ്? അത് ഞാൻ തനിക്ക് ഹലോ അനിയൻ സാർ. ആ നവീൻ, നവീൻ തിരക്കിലാണോ? ഏയ്, ഒരു തിരക്കില്ല സാർ. സാറ് പറഞ്ഞു. അല്ല, നാളെ രാവിലെ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്നാണല്ലോ നമ്മൾ തീരുമാനിച്ചിരുന്നേ. അതിൽ ചെറിയൊരു ചേഞ്ച്. എന്തു പറ്റി സാർ? അല്ല, ദിവസം ഒന്നും മാറ്റണ്ട. രാവിലെ എന്നുള്ളത് ഒന്ന് ഈവനിങ് ആക്കാൻ പറ്റുമോ? അത് മുഹൂർത്തത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? ഏയ്, അതല്ലടോ. നമ്മുടെ കൃഷ്ണയില്ലേ, നാളെ കൃഷ്ണയുടെ ബർത്ത്ഡേയാ. ആ, റിയലി? നാളെ പിറന്നാളാഘോഷത്തിന് കൃഷ്ണ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുക. കൃഷ്ണയുടെ കാര്യമായതുകൊണ്ട് അത് മുടക്കാനും തോന്നുന്നില്ല. വേണ്ട സാർ. സാറ് സന്തോഷത്തോടു കൂടി തന്നെ ബർത്ത്ഡേക്ക് പങ്കെടുത്തോളൂ. അത് മാത്രമല്ല, വേറൊരു കോയിൻസിഡൻസ് കൂടിയുണ്ട്. എന്താ? നാളെ എന്റെ വൈഫിന്റെ ബർത്ത്ഡേ കൂടിയാണ്. ഓ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ രാവിലത്തെ പ്രോഗ്രാം ഒന്ന് മാറ്റിത്തരാമെന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനിരിക്കായിരുന്നു. ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്കും ഗുണമായല്ലോ. എന്തായാലും ഓക്കെ സാർ. നാളെ ഈവനിങ് നമ്മൾ കാണുന്നു, എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ഓക്കെ തന്നെ. താങ്ക് യു. നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടി ഇല്ലേ, അതിന്റെ ഓണറാ അനിയൻ സാറ്. അവിടെ ആരുടെ ബർത്ത്ഡേയുടെ കാര്യ പറഞ്ഞ? അത് അനിയൻ സാറിന് വേണ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ. അനിയൻ സാറ് അവളെ മോളെ പോലെ തന്നെ കാണുന്നത്. എന്തു പറ്റിയിടോ? ഒന്നുമില്ല. പറയടോ. എന്റെ പിറന്നാൾ ദിവസം തന്നെ വേറൊരാളുടെ പിറന്നാളോ? അവളും എന്നെ പോലെ മിടിക്കുകയാണോ? ആള് സ്മാർട്ടാണ്, പക്ഷെ അവളെ പറ്റി വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്താ അവളുടെ പേര്? പേര്? ഗുഡ് മോർണിംഗ് സാർ. സാറേ, ബർത്ത്ഡേ നമുക്ക് പൊളിക്കണം. അതിൽ സാറിന്റെ ഐഡിയാസ് പറ. മാഡത്തിന്റെ ഐഡിയാസും കൂടെ വേണം. അതില് എന്റെ ഐഡിയാസും കൂടെ ചേർത്ത് ഈ ബർത്ത്ഡേ നമുക്കൊന്ന് കൊഴിപ്പിക്കണം. സാറ് പറ. അതൊക്കെ താനങ്ങ് കണ്ടറിഞ്ഞ് ചെയ്താൽ മതി മണിക്കുഞ്ഞ്. എന്നിട്ട് അവസാനം സാറേ ഒരു കരുണയില്ലാതെ പറയും മാഡത്തിന്റെ ബർത്ത്ഡേ ഞാനായിട്ട് കുളവാക്കിയെന്ന്. അത് വേണ്ട. ഒരു 10 മിനിറ്റ് ഡിസ്കഷൻ. അത് കഴിയുമ്പോ മാണിക്കുഞ്ഞ് നേരെ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. ഓക്കെ?
ഇനി ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ ആരെങ്കിലും ഫംഗ്ഷനോ വല്ലതും ക്ഷണിക്കാനുണ്ടോ? അതെ സാറേ, സാറിനെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ, സാറിന്റെ മനസ്സ് വായിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ സാറെന്ത് ചെയ്യും? കൊള്ളാം, തിരിച്ചടി കൊള്ളാം കേട്ടോ. സാറ് ആ വഴി കറങ്ങാൻ പോയിട്ടുണ്ടാവുമെന്ന് പേടിച്ചു ഞാൻ. അത് പിന്നെ മോക്കാരോ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ? ദേ, കള്ളം പറയരുത് കേട്ടോ. ഞാൻ വിളിച്ചപ്പോ പുറത്തുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ലേ? ഞാൻ അപ്പൊ തന്നെ ഇങ്ങനെ പോന്നു മോളെ. ഇത് എന്തീ ഗുളികയ്ക്ക് ഇവിടെ വെച്ചിരിക്കുന്നേ? അയ്യോ, അത് മോളെടുത്ത് തന്നിട്ട് ഞാൻ കഴിക്കാൻ മറന്നുപോയതാ. ഇത് എന്തൊരു കഷ്ടാ ഇത്. ഗുളിക എടുത്ത് കൈ തന്നിട്ടല്ലേ ഞാൻ പോയത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇതാ, ഇത് കഴിച്ചേ. മറന്നുപോയി മോളെ. സ്വന്തം അസുഖം മാറുന്നതിന് ഗുളിക എടുത്ത് കഴിക്കാൻ പറ്റില്ലേ? അതിന് മാത്രം എന്തത്ര ആലോചിച്ചോണ്ടിരിക്കുന്നേ? എന്റെ മോളെ, എന്റെ മോളെ, അല്ലാതെ ഞാൻ എന്തോ ഓർക്കാനാ? ഷോ, ആ മോള് വരുമ്പോ വരട്ടെ. തൽക്കാലം മോളായിട്ട് ഞാനിവിടെ ഉണ്ട്. ചില ശീലങ്ങളൊക്കെ പഠിപ്പിക്കാനുണ്ട്. അല്ലാതെ ഒന്നും ശരിയാവില്ല. മോള് പഠിപ്പിച്ചോ? മോള് പഠിപ്പിച്ച അച്ഛനത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാനോക്കെയാ. ആ മോള് ഭാഗ്യവതിയാ കേട്ടോ. അങ്ങനെയുള്ളവർക്കേ സാറിനെ പോലെ ഒരു അച്ഛനെ കിട്ടും. എങ്കിൽ ഇതൂടെ പറ, ഞാൻ എങ്ങനെയായിരിക്കും എന്റെ മോളെ കണ്ടെത്തുക? അതൊട്ടും വൈകില്ല. ഉറപ്പ്? അതെ സർ. ഇത്രയും തീവ്രമായ ഒരു അച്ഛന്റെ സ്നേഹം ദൈവം ഇനി തടഞ്ഞു വെക്കില്ല. ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ സാറിന്റെ മോളെ കണ്ടെത്തിയിരിക്കും. താങ്ക് യു മോളെ. ആ, പിന്നൊരു കാര്യമുണ്ട്. ഞാൻ നവീനെ വിളിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അഡ്വാൻസ് വാങ്ങുന്ന കാര്യം നാളെ രാവിലെയാണല്ലോ പറഞ്ഞിരുന്നേ. അതൊന്ന് വൈകുന്നേരം ആക്കാവോ എന്ന് ചോദിച്ചു. അതെന്തിനാ സർ? വീട്ടിലൊരു കേക്ക് മുറിക്കല് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവായിരുന്നല്ലോ. പറഞ്ഞു തീർക്കട്ടെ മോളെ. വിളിച്ചപ്പോ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? നാളെ വൈകുന്നേരം ആണെങ്കിൽ അയാൾക്കത് സൗകര്യമാണെന്ന്. അയാളുടെ ഭാര്യയുടെ ബർത്ത്ഡേ ആണത്രേ. ഭാര്യയുടെ ബർത്ത്ഡേ ആണെന്ന്. അതെ, ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. ആ, ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അതെ സർ, ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. അതെ, ഭാര്യയുടെ ബർത്ത്ഡേയാ. ഭാര്യയുടെ ബർത്ത്ഡേയാ. ഇതെന്താ ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്?